വെൽക്കം ടു മാസ്റ്റർ മച്ചു ഗെയിമിംഗ്. ഇന്ന് നമുക്കൊരാൾ ചലഞ്ച് തന്നിരിക്കുന്നു 1v1 കളിക്കാൻ. അപ്പം നമ്മളത് തിരിച്ച് ജയിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. എൻ്റെ പേരെന്താണാവോ അറിയില്ല. എന്നാലും നമ്മൾ ഇവനെ ഇതാക്കും. മിറാക്കിളാണ് തോന്നുന്നു. അപ്പോൾ നമ്മളിതാ കളിക്ക് പോവാന്ന് അയച്ചിട്ടുണ്ട്. എന്നാൽ നമുക്ക് കളിക്ക് നേരെ പോയാലോ. അപ്പോൾ നമ്മൾ ലോബിൽ കയറിയിട്ടുണ്ട്. അപ്പം തന്നെ മിറാക്കിൾ _23K എൻ്റെ ഫ്രണ്ട് റിക്വസ്റ്റൊക്കെ വന്നിട്ടുണ്ട് ഗായ്സ്. എന്നിട്ട് നമുക്ക് 1v1 എടുക്കാൻ പറയാം. ഇതിന് 1v1 എടുത്തിരിക്കും. ഇതിൽ ജയിക്കണേ നമുക്ക് ഗായ്സ്. ഇതിൻ്റെ അഭിമാന പ്രശ്നമാണ്. അപ്പം ഇവനെന്താ 1v1 എടുക്കാത്തേ? എന്ത് BR എന്ത് 1v1 പറഞ്ഞിട്ട് 1v1 എന്ന് ഇനി കളി തുടങ്ങും ഗൈസ്. ഓക്കെ, ലോഡ് കുറച്ച് അധികം ടൈം എടുക്കണ്ടല്ലോ. നമുക്ക് വുഡ്പക്കറും M80 എടുക്കാം. അതാണ് എൻ്റെ ബെസ്റ്റ് കോംബോ ഹെഡ് ഷോട്ടിൽ കേട്ടോ. പിന്നെ ഡ്രസ്സ് കിട്ടും. പക്ഷേ ഞാൻ കൂടുതൽ വുഡ്പക്കർ കൊണ്ട് ഹെഡ് അടിക്കൽ ഗൈസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കുറച്ച് കളി വെറുതെ കളിക്കുക. എന്നിട്ട് അവസാനത്തേക്ക് നമുക്ക് നല്ല പവർ നല്ല കളി എടുക്കാം. അത് ഫസ്റ്റ് അവന് സുഖമായിട്ടിനെ കൊന്നോട്ടെ. എന്നാലും നമുക്ക് ചെറുതായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. കിട്ടുമെന്നറിയില്ല കേട്ടോ ഗൈസ്. ഇവ നന്നായിട്ട് കളിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ കളിക്കുന്നുണ്ട്. ഫസ്റ്റത്തെ 5 റൗണ്ട് ഞാൻ എനിക്ക് വിട്ടെടുക്കുന്നുണ്ട്. കാരണം എനിക്ക് ആദ്യം എൻ്റെ കളിയൊന്നും നോക്കണം ഗൈസ്. ഇവൻ അത്യാവശ്യത്തിന് കളിക്കുന്നുണ്ട് കേട്ടോ. ഇവന് ഒരു വർഷം ഓൾഡ് പ്ലെയറാണ് ഗൈസ്. ഞാൻ തുടങ്ങിയിട്ട് ആകെ 1 മാസമായിട്ടുള്ളൂ. കണ്ടോ, 1 ടാപ്പ് അടിച്ചോ മോനെ. സീൻ കേട്ടോ. ഇനി 5 കളി നമുക്ക് വെറുതെ വിട്ടെടുക്കാം. അപ്പം ഞാൻ അത്യാവശ്യം കളിക്കുന്നുണ്ട്. അതായത് നമ്മളിപ്പോൾ ചെയ്യുന്നൊരു ന്യൂ പ്രാങ്കാണ്. അവസാനത്തെ കളി എടുക്കും. അത് 5 റൗണ്ട് കഴിഞ്ഞാൽ 6 മെയ് നമ്മൾ തന്നെ എടുക്കുള്ളൂ. അതിൽ സംശയമില്ല. എന്നാലും ഞാൻ ജസ്റ്റ് വെറുതെ ഒന്ന് കളിച്ച് നോക്കണം ഗൈസ്. ഫസ്റ്റത്തെ 5 കളി നമുക്ക് എങ്ങാനും കിട്ടിയാലോ എന്ന് വിചാരിച്ച്. ഓക്കെ, അപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ കളിക്കുന്നുണ്ട് കേട്ടോ. 1 ടാപ്പറ തോന്നുന്നുണ്ട്. നമുക്കിനി അവസാനത്തെ വെറുതെ ന്യൂപ്പറാങ്ക് മൂഞ്ചോന്ന് അറിയില്ല ഗൈസ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം ഗൈസ്. എന്നാലും നമ്മളെങ്ങാനും ന്യൂപ്പറാങ്ക് വിജയിച്ചാലോ. ഞാൻ പലവരിലും കണ്ടിട്ടുണ്ട് ന്യൂപ്പറാങ്ക്. പിന്നെ നമ്മൾ ഇന്നലത്തെ വീഡിയോ വാക്സിനോട് ചോദിച്ചു നോക്കിയിരുന്നൊരു 1v1 നമ്മൾ പക്ഷെ ഒന്നും തന്നില്ല. നമ്മളെന്തായാലും വെറുതെ ഒരു കളി എടുത്തിന് ജസ്റ്റ് ഒന്ന് വുഡ്പക്കറിനോട്. ഇനി ഇവനക്ക് നന്നായിട്ട് വിട്ടെടുക്കുക. കാരണം പെട്ടെന്ന് ന്യൂപ്പറാങ്ക് ചെയ്യാൻ നല്ലോണമല്ലോ പറ്റാ അല്ലേ. നമ്മൾ ജസ്റ്റ് ഒന്ന് കളിക്കുന്നുണ്ട്. ഓക്കെ, ഇവനും നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവൻ നല്ല സ്പീഡപ്പ് ഗ്ലൂകളൊക്കെയാണ് ഇടുന്നത് കറക്റ്റ് ആ സമയത്ത്. പക്ഷെ എന്നാലും ഇവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇവൻ MP14 Pro തോന്നുന്നുണ്ട് ഗൈസ്. നന്നായിട്ട് ഹെഡ് അടിക്കുന്നുണ്ട് MP14നോട്. എന്നാലും നമ്മളിതിൽ ജയിക്കും, അത്രേ ഉള്ളൂ. അപ്പം എല്ലാവരും ഈ നേരം കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പം നമ്മളിതാ കളി മുന്നോട്ടുണ്ട്. ഓനെ എന്നാലും ഇനി അടിക്കണില്ല അങ്ങനെ പെട്ടെന്ന്. എന്നാലും കുഴപ്പമില്ലാത്ത പ്ലെയർ ആട്ടോ ഗൈസ്. അങ്ങനെ MP14നോട് കളിക്കുന്നുണ്ട് പക്ഷെ അത്ര പോരാ. അപ്പോൾ നമ്മൾ ഓൻ്റെ കളി നോക്കുമ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിൽ നന്നായിട്ട് കളിക്കുന്നുണ്ട്. അതിങ്ങനെ ഗ്ലൂ വാൾ ഇടുമ്പോൾ വെടിയുണ്ട് കയറിന്. അതെന്ത് എന്താ ബഗ്ഗാ തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ ഇത് കളിക്കാം. ഓൻ 2ാമത്തെ കളി എടുത്തു. ഇനി ഓനൊരു എത്ര കളി എടുക്കണം? 3 കളി എടുക്കണം. 3 കളി എടുത്തിട്ട് പിന്നെ നമുക്ക് കളി തുടങ്ങാം. പിന്നെ നമ്മൾ ഓനക്ക് അങ്ങനെ വിട്ടെടുക്കൂല. മനസ്സിലായോ?
പിന്നെ ഫസ്റ്റ് 100 സബ്സ്ക്രൈബറായ നമ്മൾ 2 പേർക്ക് സബ്സ്ക്രൈബ് ചെയ്ത് 2 പേർക്ക് നമ്മൾ റെഡീം കോഡ് കൊടുക്കുന്നതാണ്. എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം. കളി ഇങ്ങനെ ഇതാക്കുന്നുണ്ട്, പക്ഷെ അവനെ കാണുന്നില്ല. കണ്ടു, നന്നായിട്ട് കളിക്കുന്നുണ്ട്. കണ്ടോ, 1 ടാപ്പൊക്കെ അടിക്കുന്നുണ്ട് പെട്ടെന്ന്. M80 Pro തോന്നുന്നുണ്ട്. M8ഉം MP40 നമുക്ക് നന്നായിട്ട് കളിക്കാറേ തോന്നുന്നുണ്ട് ഗൈസ്. നമ്മളൊരു M80 Pro ആണേ, അതും മറക്കണ്ട. അപ്പം ദാവും വരുന്നുണ്ട്, പക്ഷെ അങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ ഗൈസ്. ഇപ്പോൾ സീനായിട്ട് കളിക്കുന്നുണ്ട്. എനിക്ക് ആണെങ്കിൽ ഡ്രാഗിങ് ചെയ്യാനൊന്നും മര്യാദക്ക് അറിയില്ല കേട്ടോ. എനിക്ക് കാരണം 1 മാസമായിട്ട് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് അത്രയൊന്നും ഫ്രീ ഫയറിനെ പറ്റി അങ്ങനെയൊന്നും അറിയില്ല. കുറേ ആൾക്കാർ പറയുന്നുണ്ട് ഒരു BRൽ പഴയ സാധനം പുതിയത് വന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഗൈസ്. ഇവ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഇനി 2 കളിയോ കൂടി ഓനെടുത്ത് നമ്മളെ കളി തുടങ്ങും ഗൈസ്. പക്ഷേ ഓനെന്താ ഓക്കെ, ഇനി ഒരു കളി കൂടി എടുത്താൽ മതി ഗൈസ്. എന്നിട്ട് നമുക്ക് കളി തുടങ്ങാം. ഇത് കുറച്ച് വീഡിയോ ലോങ് ആയിരിക്കും കേട്ടോ. ഇവരെന്താ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഗ്ലൂകളൊക്കെ കറക്റ്റ് ഇടുന്നുണ്ട് കേട്ടോ. പക്ഷെ എനിക്കാണ് ഇതിൻ്റെ ഇടയിൽ കൂടെ ഒന്നും പോകാൻ പറ്റില്ല. അതാണ് എനിക്ക് മനസ്സിലാത്ത കാര്യം. അവനെവിടെ എവിടെ കിട്ടി. ഞാൻ പറഞ്ഞതല്ലേ, ഇവന് എങ്ങനെയെങ്കിലും ഈ കളി ജയിച്ചാൽ നമ്മളെ പ്രോ കളിക്കാം. എന്നാലും നമുക്ക് ന്യൂപ്രയങ്ക മനസ്സിലാക്കാതൊക്കെ. ഇനി നമ്മളെ കളിയാണ്. ഇനി സ്റ്റാർട്ടിങ് കളിയാണ്. ഇനി നമ്മളെ കളി. നമ്മൾ വുഡ് പെക്കർ എടുത്തു. അടുത്തേക്ക് പോയി നമ്മൾ M8 എടുക്കുള്ളൂ. M8 കൊണ്ട് സുഖമായിട്ട് വണ്ട പിടിക്കാം. ഉണ്ടോ, ഇനിയുള്ള കളി നമ്മളെ കളിയാണ്. അതാർക്കും തടുക്കാനും പറ്റില്ല. നമ്മൾ തന്നെ ഇതിൽ ജയിക്കും ചെയ്യുക. അത്രക്കും കോൺഫിഡൻസ് ഉണ്ട് ഗൈസ്. പിന്നെ കുറേ കാലമായിട്ട് ഞാൻ 1v1ൽ ട്രെയിനിങ് ചെയ്തിരുന്നു. അതായത് ഹെഡ് ഷോട്ടൊക്കെ അടിക്കാൻ വേണ്ടി. അങ്ങനെ ഗ്ലൂവാളൊക്കെ ഇടാൻ പഠിച്ചതാണ്. അപ്പം ഇവനെ നന്നായിട്ട് കളിക്കുന്നുണ്ട്. എന്നാലും എനിക്ക് അങ്ങനെ കിട്ടില്ല ഇവനെ. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. പക്ഷെ എനിക്ക് അങ്ങോട്ട് ഹെഡ് കയറുന്നില്ലല്ലോ. കണ്ടപ്പോഴും ഇടയിൽ കൂടെ കയറാൻ പറ്റില്ല. എന്താ സംഭവം നിങ്ങളെന്തായാലും കമൻറ്റ് ചെയ്യുക. അപ്പോൾ ബാക്കിൽ വന്നിട്ട് പക്ഷെ നമ്മൾ വിട്ടെടുക്കുമോ? അത്ര ഉള്ളല്ലോ. നമ്മൾ കഷ്ടപ്പെട്ടോ ഗൈസ് കളിക്കുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് തെഡ് ഞാൻ പറഞ്ഞതല്ലേ M80 Pro ആണെന്ന്, അതേപോലെ ഇരിക്കും. അപ്പോൾ നമ്മൾ കളിയൊക്കെ മുന്നോട്ട് കൊണ്ട്. അപ്പം ന്യൂ പ്രാങ്ക് സക്സസ് ആവാൻ അറിയില്ല, എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. അപ്പം ഇവൻ നന്നായിട്ട് കളിക്കുന്നുണ്ട് ചോദിച്ചാൽ കളിക്കുന്നുണ്ട്, ഇല്ലയെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാം. അങ്ങനെയാണ്. എന്തായാലും ഗ്ലൂ വാൾ സ്പീഡ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് കളി ജയിക്കാം. അതാണ് ഇപ്പോൾ ഞാൻ ട്രെയിനിങ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഞാൻ ട്രെയിനിങ് ചെയ്യുന്നുണ്ടത്. അത് കിട്ടിയാൽ പിന്നെ സുഖമായിട്ട് ഹെഡ് അടിക്കുക ഗൈസ്. അപ്പോൾ ഇതാവുമ്പോൾ ഇതിൽ കൂടെ വന്നിട്ട് ഇനിയുള്ള കളി നമ്മൾ വിട്ടെടുക്കൂല. പക്ഷെ അത്യാവശ്യത്തിന് കളിക്കുന്നുണ്ട് കേട്ടോ. എന്ത് പറഞ്ഞാലും ഇവൻ അത്യാവശ്യത്തിന് കളിക്കുന്നുണ്ട്. 1 year old അല്ലേ, അതിൻ്റെ ഇതൊക്കെ ഉണ്ട് നമുക്ക്. പിന്നെ നിങ്ങൾ മേലെ കാണുന്ന GPay അക്കൗണ്ടിൽ കുറച്ച് പൈസ എന്നാൽ നമുക്ക് ടോപ്പപ്പ് ചെയ്ത് റിങ് ഇറക്കിയിരുന്നു ഈ ഇവൻ്റത്തെ. അപ്പം അതും ചെയ്യുക കേട്ടോ ഗൈസ്. ചെറിയ പൈസ മതി, ഒരു 5 രൂപ 10 രൂപ ഒക്കെ മതി. അത് തന്നെ നമുക്ക് ധാരാളമാണ് ഗൈസ്. നമ്മൾ പിന്നെ ഒരു ഗെയിമിംഗ് റൂം ഉണ്ടാക്കുന്നുണ്ട്. അതായത് നമ്മളെ റൂം തന്നെ ഒരു ഗെയിമിംഗ് റൂം ആക്കുന്നത്. അതിനെ ഹെൽപ്പും ചെയ്യുക ഗൈസ്. അപ്പം എവിടെ ഓക്കെ. ഇവൻ പെട്ടെന്ന് ഗ്ലൂ ആളുടെ കറക്റ്റ് ഹെഡ് കയറുമ്പോൾ അതെനിക്ക് പറ്റാത്തേ. അവൻ വരുന്നുണ്ട്, ഇത് ഹെഡ് തരണം. അശ്ശടാ, കണ്ടോ ഞാൻ പറഞ്ഞതല്ലേ ഹെഡ് കയറുന്ന്. ഞാൻ പറഞ്ഞ പോലെ ഇരിക്കും. അപ്പം
വീണ്ടും മുന്നിൽ കയറുന്നുണ്ട് ഗായ്സ്. ഓൻ അതിൻ്റെ ഇടയിൽ കൂടെ അതിൽ കൂടെ എത്തിയോ. അതാകാൻ വീണ്ടും വന്നണേ. നമ്മളിത് കൊണ്ടുവന്ന് ഓൽക്കറിയില്ലല്ലോ. നോക്കട്ടെ, ഞാൻ വെറുതെ തന്നെ കേട്ടോ. എനിക്ക് ഉറപ്പില്ല ഞാൻ ജയിക്കുന്നു. കാരണം അത്യാവശ്യം നന്നായിട്ട് കളിക്കുന്നുണ്ട്. കണ്ട ഇടയിൽ കൂടെ കയറാൻ പറ്റില്ല. അങ്ങനത്തെ ഫെയിലിയേഴ്സ് ഉണ്ട് എനിക്ക്. കണ്ടോ അവൻ അതിൻ്റെ ഇടയിൽ കൂടെ മുന്നിൽ വന്നു. നല്ല പണി കേട്ടോ ഗൈസ്. ഓക്കെ, നമുക്ക് കിട്ടുമെന്ന് അറിയില്ലെങ്കിലും നമുക്ക് ട്രൈ ചെയ്യട്ടോ. ഇവന് നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ ഒരു ഹെഡ് പിടി. കണ്ട ഞാൻ പറഞ്ഞില്ല, വുഡ് പെക്കറും M8 സുഖമായിട്ട് ഹെഡ് അടിക്കാൻ പറ്റുന്ന കണ്ട. അകത്തേക്ക് വന്നാൽ M8 യൂസ് ചെയ്യുക, ദൂരത്താണെങ്കിൽ വുഡ് പെക്കർ യൂസ് ചെയ്യുക. ഡെസേർട്ട് ആണെങ്കിൽ ഞാൻ ഡെസേർട്ട് യൂസ് ചെയ്യൽ സൈഡിൽ കൂടെ ഒരാൾ പോകുമ്പോഴാണ്. അങ്ങനെ നമ്മൾ ഡെസേർട്ടിലൂടെ എനിക്ക് അങ്ങനെ കയറലുള്ളൂ. പക്ഷെ എനിക്ക് ഡെസേർട്ട് അങ്ങനെ യൂസ് ചെയ്യാറില്ല ഗൈസ്. എനിക്ക് ലീവ് കൊടുക്കേണ്ട ഒരു ബൂതിയുണ്ട്. അതിനാണ് നിങ്ങളോട് ഞാൻ ആ റിങ് ഇറക്കണമെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങളെന്തായാലും സഹായിക്കുക കേട്ടോ. അവൻ അതിൻ്റെ ഇടയിൽ കൂടെ ബാക്കൊക്കെ കയറി സംസാരിക്കുന്ന ഇടയിൽ കൂടെ. പക്ഷെ എന്താണ് നന്നായിട്ട് കളിക്കുന്നുണ്ടോ. പക്ഷെ ഇപ്പം ഞാൻ മരിക്കും ഉള്ളിൽ കയറി എങ്ങനെ. അതെന്താണ് നമ്മളെന്നാലും രക്ഷപ്പെട്ടിട്ടുണ്ട്. ലൈഫും എല്ലാം കൂടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാലും നമുക്ക് അതുവരെ ഒന്ന് ഇതാക്കണം, രക്ഷപ്പെട്ടിരിക്കണം. പിന്നെ ഇനി കളിക്കാം, ഇനി വരെ കളിക്കാം. ഓക്കെ, എടുത്തു. ഇനി പെട്ടെന്ന് കിട്ടാമെങ്കിൽ നന്നായിരുന്നു വയസ്സ്. ടച്ച് യൂസ് ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക്. എൻ്റെ ഫേവറേറ്റ് ക്യാരക്ടർ തത്സിയും പിന്നെ ഇവനുമാണ്. ഏത് അറിയോ, ഇവനില്ലേ ഏത് പാട്ടിൻ്റെ എന്തോ സാധനം ഞാൻ പറഞ്ഞു, അലോക്ക്. അതന്നെ അലോക്ക് ഞാൻ BR യൂസ് ചെയ്യും. CS ഞാൻ ടച്ച് യൂസ് ചെയ്യൽ. പക്ഷെ BR അങ്ങനെ കളിക്കല്ല. എനിക്ക് CS ആണ് എന്തുകൊണ്ടോ ഇഷ്ടം. നല്ല രസമാണ് കളിക്കുക CS. പിന്നെ നമ്മൾ ഗിൽഡിൽ ജോയിൻ ചെയ്യുക കേട്ടോ ഗായ്സ്. കാരണം എന്താണ് ഗിൽഡ് ടെസ്റ്റൊക്കെ ഉണ്ടാവും. ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചാൽ നമ്മൾ ഗിൽഡ് ടെസ്റ്റ് അല്ലെങ്കിൽ കമൻറ്റിൽ നിങ്ങളുടെ UID അയച്ച് ഇതാക്കി നമ്മൾ ഗിൽഡ് ടെസ്റ്റ് നടത്താണ്. അപ്പം അതിൽ ജയിച്ചാൽ നിങ്ങൾക്ക് എന്താണ് MC ബ്ലേസ് എന്ന് പറഞ്ഞ ഗിൽഡ് വാറിൽ കയറാം. ഏത് ഗിൽഡിൽ കയറാം. അപ്പോൾ കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ വിട്ടെടുക്കില്ല, അത് വേറെ കാര്യമല്ലേ ഗായ്സ്. നമ്മൾ ഗ്ലൂ വാൾ ഇട്ടെങ്കിലും രക്ഷപ്പെടും എൻ്റെ അടുത്തുനിന്ന്. പക്ഷെ M8 ഇടയ്ക്കിപ്പോൾ കയറണമെന്നില്ല പണ്ടത്തെ പോലൊന്നും. അതായത് ഞാൻ തുടങ്ങി എന്നൊക്കെ എനിക്ക് M8 കൊണ്ട് പെട്ടെന്ന് ഹെഡ് കയറിയിരുന്നു. അന്ന് പിന്നെ എനിക്ക് മനസ്സിലായത് പിന്നെയാണ് ബോട്ട്സാണെന്ന്. എന്താ ഹെഡ് കയറാത്തേ. പിന്നെ ഞങ്ങളിത് 3 ആൾക്കാരാണ് ഈ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കണേ. ഇനി 2 ആൾക്കാരുണ്ട്. ഞാൻ വേണമെങ്കിൽ ഇന്ന് രാത്രി കാണിച്ചു തന്നാൽ മതിയോ. ഒരുത്തുണ്ട്, ഇതിൻ്റെ കസിനെന്നൊക്കെ പറയാം. ഓൻ്റെ അടുത്ത് നല്ല കൊണ്ട്. ഓൻ 5 years ഓൾഡാണ്. ഓൻ പറഞ്ഞിട്ടാണ് ഈ പേരിട്ടത് മാസ്റ്റർ മച്ചു ഗെയിമിംഗ് എന്നൊക്കെ. അപ്പം നമ്മൾ കളിക്ക് ശ്രദ്ധിക്കട്ടോ ഗൈസ്. ഇപ്പോൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ കയറും അറിയില്ല കേട്ടോ. ഇപ്പോൾ ചെറിയ പേടിയുണ്ട്. അത്യാവശ്യത്തിന് പെട്ടെന്ന് കളിക്കുന്നുണ്ട്. കണ്ടോ ഓൻ ഗ്ലൂ വാളിൻ്റെ ഉള്ളിൽ കൂടെ കയറിയിരുന്നേ. നമ്മൾ വെറുതെ ഗ്ലൂ വാളിൻ്റെ സ്കോപ്പ് വന്നു. ചാടുന്ന സ്വിച്ചൊക്കെ ഇടയ്ക്ക് സ്കോപ്പ് വരും. അത് കുഴപ്പമില്ല. എനിക്കാണെങ്കിൽ സ്കോപ്പ് യൂസ് ചെയ്ത് കളിക്കാനും അറിയില്ല. അതിൻ്റെ ഇടയ്ക്ക് കൂടെ അവനും വരും. പക്ഷെ നമ്മൾ വിട്ടെടുക്കുക ഗായ്സ്, അത് നമ്മൾ തന്നെ എടുക്കും. അത്ര ഉള്ളല്ലോ. ഹെഡ് കയറി പക്ഷെ അത്ര ഡാമേജ് കയറിയില്ല തോന്നുന്നു ഗൈസ്.
എന്നാലേ നമുക്ക് ഇവിടെ നിന്ന് നോക്കാൻ എങ്ങാനും ഇതിൽ കൂടെ പുറത്തേക്ക് വന്നാലേ. പക്ഷെ പുറത്തേക്ക് എനിക്ക് വന്നില്ല, ഞാൻ അത്യാവശ്യത്തിന് പോവാണേ. പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ട് കേട്ടോ. എന്താ പക്ഷെ കയറുന്നില്ലല്ലോടാ. ഇനി ഒരു റൗണ്ട് കൂടി എടുത്ത സമയങ്ങളിൽ എത്താം. പറഞ്ഞിട്ടുള്ളൂ എത്തി, അത്ര ഉള്ളല്ലോ. അത് പറഞ്ഞ പോലെയാണ്. പക്ഷെ അതിനടുത്ത് കയറുവാണ് കടന്ന് ചാടുന്ന സ്വിച്ച് കടക്കും, അല്ലെങ്കിൽ സ്കോപ്പ് കയറി വരും. എന്നാൽ നമുക്ക് ഇതിലിപ്പോൾ നമുക്ക് കൊടുത്താലോ കളി, അല്ലെങ്കിൽ വേണ്ട നമുക്ക് തന്നെ കളിക്കാം. നല്ല ഹെഡ് എറിയിട്ടുണ്ട്. ഞാൻ ലോക്കാക്കിയില്ല. ചേടാ ഇതിൽ ഹെഡ് നമുക്ക് ഹെഡ് അതും കയറിയില്ല. വേണമെങ്കിൽ MP40 എടുത്ത് പടപടാന്ന് പറഞ്ഞ് നമ്മൾ ഹെഡ് അടിക്കണുണ്ട്. പക്ഷെ എന്താ കയറുന്നില്ലല്ലോ. പ്രാങ്ക് മൂഞ്ചോ അറിയില്ല. കേറോ കളി ജയിച്ചാതിരുന്നു കേട്ടോ. ജയിച്ച നമ്മൾ. പക്ഷെ എന്നാലും ഇനിയില്ല 2 കളി നമ്മൾ വിട്ടെടുക്കൂല. അത് എൻ്റെ ഉറപ്പാണ് ഗൈസ്, ഉറപ്പ്. ഓക്കെ, പക്ഷെ അത് കണ്ടക്കറിയില്ല. നമുക്ക് കുറച്ച് സ്പീഡാക്കാം കളി. സ്കോപ്പ് ഒന്നും ഇതാ കുഴപ്പം, ചാടുമ്പോൾ സ്കോപ്പ് ഇടും. അതിൽ കൂടെ ഒന്ന് പട്ടടിക്കും. ഒന്ന് ഈ കളി പൊട്ടരുത്, പൊട്ടാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ എത്ര ശ്രമിച്ചാലും ഞാൻ സമ്മതിക്കില്ല ഗൈസ്, സമ്മതിക്കില്ല. അത് നമ്മൾ കമൻറ്റിൽ നൂബിനെ കഴിച്ചതാണ്, അതിനുള്ള റിവെഞ്ച് കൂടി ആയിട്ടാണ് ഞാൻ കളിക്കണത് കേട്ടോ. ഇതാണ് M8 എടുത്ത ഹെഡ്, ഇതാണ് എൻ്റെ പവറടാ പവർ. ഇനിയൊരു മാച്ച് കൂടി എടുത്ത് നമ്മൾ ജയിക്കും ഗൈസ്. ഇത് കട്ടക്കുള്ള കളിയാട്ടോ ഗൈസ്, കട്ടക്ക് എന്ന് പറഞ്ഞ കട്ടക്ക്. ജയിച്ചു, ഞാൻ പറഞ്ഞതല്ലേ ജയിക്കുന്നു.